വയനാട് പുനരധിവാസത്തിൽ ഒന്നാം ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ട 242 ഗുണഭോക്താക്കൾക്കും സമ്മതപത്രം നൽകി. വീടിനായി 175 പേരും 15 ലക്ഷം സാമ്പത്തിക സഹായത്തിനായി 67 പേരുമാണ് സമ്മതപത്രം കൈമാറിയത്. 402 ഗുണഭോക്താക്കളാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, 27-ാം തീയതിയാണ് ഒന്നാമത്തെ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് മുൻപോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട കടമ കഴിഞ്ഞു അല്ലേ? അങ്ങനെ തന്നെയാണ്. ഈ ആദ്യഘട്ടത്തിൽ ടൗൺഷിപ്പിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പ്രത്യേകിച്ച് ഗുണഭോക്താക്കൾ ഈ സമ്മതപത്രം നൽകാത്തത് വലിയ പ്രതിസന്ധിയായിരുന്നു. ഈ ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു സമ്മതപത്രം നൽകിയത്. തുടർന്ന് ഈ ഭൂമിയിലടക്കം നീണ്ട അനിശ്ചിതത്വങ്ങൾ നീക്കിയതോടെയാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ സമ്മതപത്രത്തിലേക്ക് ഒപ്പിട്ട് നൽകിയത്. ഈ ഭൂമി സ്വന്തമായി ഭൂമിയും അനുബന്ധ കെട്ടിടങ്ങളെല്ലാം ഈ ദുരന്തബാധിതരുടെ പേരിൽ തന്നെ നിലനിർത്തുമെന്നും വീട് മാത്രമേ സർക്കാരിന് വേണ്ടതുള്ളൂ എന്നുള്ളൊരു നിബന്ധന വച്ചതോടെയാണ് ദുരന്തബാധിതർ കൂടുതലായി ഒപ്പിട്ട് നൽകിയത്. ഒന്നാം ഘട്ട ലിസ്റ്റിലെ മുഴുവൻ ആളുകളും ഒപ്പിട്ട് നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 242 പേരും ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. ഇനി വേണ്ടത് രണ്ടാം ഘട്ട എ ലിസ്റ്റും ബി ലിസ്റ്റും ഉൾപ്പെട്ട ആൾക്കാർക്കാണ്. അവർക്ക് ഏപ്രിൽ 3 വരെ നിലവിൽ ഈ സമ്മതപത്രം നൽകാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് അവരും പെട്ടെന്ന് തന്നെ ഈ സമ്മതപത്രം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ലിസ്റ്റും പരിഗണിച്ച ശേഷം ഏപ്രിൽ 20 അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. മറ്റന്നാൾ ടൗൺഷിപ്പിനുള്ള തറക്കല്ലിടൽ നടക്കുമെങ്കിൽ പോലും ഏപ്രിൽ 20 അന്തിമ ലിസ്റ്റ് വരിക. ആ സമയത്തിനുള്ളിൽ പൂർണ്ണമായും ആക്ഷേപങ്ങളെല്ലാം പരിഹരിച്ച് ഒരു പൂർണ്ണ ലിസ്റ്റ് തന്നെ പുറത്തിടാനാകുമെന്നാണ് സർക്കാരും പ്രതീക്ഷിക്കുന്നത്. ബിനീഷ്, ഓക്കെ, താങ്ക് യു. ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് പുനരധിവാസത്തിൽ ഒന്നാം ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ട 202 ഗുണഭോക്താക്കളും സമ്മതപത്രം നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ദിവസം പുറത്തുവരുന്നത്.